ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് UAE അറിയിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ഇപ്പോൾ ദുബായിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം എത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇത് ഏറ്റവും നിർണായകമായിട്ടുള്ള, ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരമാണ്. കാരണം ഈ ആക്രമണം ഉണ്ടായി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അത് ഏതാണ്ട് വിമാനത്താവളത്തിന്റെ പ്രവർത്തനമൊക്കെയും പൂർണ്ണ നിലയിലേക്ക് കൊണ്ടുവരുന്ന തരത്തിൽ കാര്യങ്ങൾ പോവുകയായിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയൊക്കെയും UAE കേന്ദ്രീകരിച്ച് വലിയ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിരോധ മന്ത്രാലയം അതൊന്നും സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നില്ല. നിലവിലും ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അത് ചെറുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് സ്ഥിരീകരിക്കുന്നത്. അല്ലാതെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായെന്നോ അതിനെ പ്രതിരോധിച്ചു എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. എയർപോർട്ട് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായിട്ടില്ല, ഇത് വ്യാജ വാർത്തയാണ് എന്ന് പോലും ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിമാനത്താവളം അടയ്ക്കാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അടയ്ക്കാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നു. എന്തായാലും ഈ ആദ്യം എമിറേറ്റ്സ് ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്ന വിവരമാണ് വന്നിരുന്നത്. എന്നാൽ പിന്നാലെ താൽക്കാലികമായി വിമാനത്താവളം അടച്ചിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.